ഷിറ്റ്, UPS ചാർജില്ലെന്ന് തോന്നുന്നു. ഓ, മെഴുകുതിരിനി എവിടെ പോയി തപ്പാനാണാവോ? ഇവിടെ ഉണ്ടാവണമല്ലോ. ബ്ലഡ്. എന്നാലും ഇതെങ്ങനെയാ സംഭവിച്ചേ? ആ കത്തി എവിടുന്നാ വന്നത്? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ബ്ലഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് കാണില്ലല്ലോ. ഇതെവിടെ പോയി? ആണുങ്ങളെല്ലാം ഇങ്ങനെയാ, പറയുന്നത് ചെയ്യില്ല, ചെയ്യുന്നതൊന്നും പറയില്ല. ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് മായുന്നവരെ ഉമ്മ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആളുടെ ഒരു വിവരവും ഇല്ല. വേദായിരിക്കും ചിലപ്പോ. वेद वेद वेद
നീ എന്താ ഇവിടെ? നിന്നോട് ആരെങ്കിലും മോശമായിട്ട് വല്ലതും പെരുമാറിയോ? എന്താ കാര്യമെന്ന് പറ. നിനക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ നിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കണം? ഇല്ല, ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കും. ഇത്രക്ക് ഇമോഷണൽ ആവേണ്ടി എന്താ സംഭവിച്ചത് ഇവിടെ? ചെറിയൊരു മുറിവല്ലേ ഇത്? നിനക്ക് ചിലപ്പോ ഇത് ചെറുതായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇത്രയും ശ്രദ്ധയോടെ ജീവിക്കുന്ന നിനക്ക് ഇങ്ങനെ വന്നെങ്കിൽ എനിക്കാകെ പേടിയാകുന്നുണ്ട്. എത്രമാത്രം രക്തം പോയിട്ടുണ്ടാവും. ഹലോ ഡോക്ടറെ, ഇത്രക്ക് ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. ഏയ് നിക, നീ എന്താ ഇവിടെ? വേദം ഒറ്റക്കാന്ന് വെച്ചാ ഞാൻ അകത്തോട്ട് വന്നത്. നീ എപ്പോഴാ ഇങ്ങോട്ട് വന്നേ? നീ ഗാർഡനിലെ ചെടി നനച്ചോണ്ടിരുന്നില്ലേ, അപ്പൊ വന്നതാ. ഞാനെപ്പോഴാ ചെടിക്ക് വെള്ളം വെച്ച? ഓക്കെ നിക, കോഫി? ഇല്ല വേണ്ട, ഞാൻ കോഫി കുടിക്കില്ല. നിനക്ക് കോഫി വേണ്ടെന്നോ? കോഫി നോവലും ഒന്നും ഇല്ലാത്തൊരു ജീവിതം തന്നെ ഇല്ലെന്ന് പറഞ്ഞിട്ട്? അതൊക്കെ അപ്പോ. ഇപ്പൊ എന്റെ കൂടെ നീ ഉണ്ടല്ലോ, എനിക്കത് മതി. ഓക്കെ ചിൽ. ലവേഴ്സിന്റെ ഇടയിൽ ഞാൻ എന്തിനാ വെറുതെ കരടുകടിയായിട്ട്? ഞാൻ പുറത്തു പോയേക്കാം. എന്തായാലും പോകുന്ന വഴിക്കേ ആ ഡോർ ലോക്ക് ചെയ്തിട്ട് പോയിക്കോ. എടാ മച്ചാ, നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ലോക്ക് ചെയ്തിട്ട് പോടാ. വേണമെങ്കിൽ നിന്റെ റൂം ഞാൻ ലോക്ക് ചെയ്തിട്ട് പോവാ. അത്രയ്ക്ക് ഉപകാരം ഒന്നും ചെയ്യണ്ട, ഒന്ന് പോയി തന്നാ മതി. നിന്റെ ഇഷ്ടം. ഓക്കെ നിക, ബൈ. നിഹാരിക, നീ ഇപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുകയാണോ? നീ നേരെ ഹോസ്പിറ്റലിലേക്ക് പോ, നമുക്ക് വൈകിട്ട് കാണാം. കമാ. വീണ്ടും നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ? പ്ലീസ് വേദ്, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ കല്യാണം കഴിഞ്ഞ് സംഭവിക്കേണ്ടതൊക്കെ ആദ്യമേ തന്നെ സംഭവിച്ചു പോകും. ശരി, ഞാൻ പോവാ. പക്ഷെ നിന്റെ മേലെ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. ആദ്യം ഇവളുടെ ഈ നോവൽ വായിക്കുന്നത് നിർത്താൻ പറയണം. അല്ലെങ്കിലേ ചാർജായി വരുന്ന സമയത്ത് അവൾ ഡിസ്ചാർജ് ആക്കി കളയും. നീ ഇവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? നീ എങ്ങനെ പുറത്തു കിടക്കുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേദ്, ഡോറ് ലോക്കായിരിക്കുമ്പോ പുറത്തേക്ക് പോവാൻ ഞാനെന്താ വല്ല രാക്ഷസിയാണോ? നീയും ഒരു രാക്ഷസി തന്നെ. എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു ക്യൂട്ട് രാക്ഷസി. ഇവളിത് എങ്ങോട്ടാ പോയത്? സ്വിച്ച് ഓഫോ? ഇവൾ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എങ്ങോട്ടാ പോയത്? മോസ്റ്റ്ലി
അവളുടെ ജോഡി തേടി പോയതാവും. ഇവനും സ്വിച്ച് ഓഫ് ആണല്ലോ. കൺഫേം ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് രണ്ടുപേരും ഡുവറ്റ് പാടാൻ പോയി കാണും. ഒന്നിച്ചിരുന്നൊന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കഴിഞ്ഞു രണ്ടും. എന്റെ ഗണേശ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ബാച്ചിലേഴ്സിന്റെ ജീവിതം ഇങ്ങനെയാണോ? ഞാൻ നിന്നെ കണ്ടോളാം കേട്ടോ.